നമസ്കാരം. കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ നിക്ഷേപ പ്രഖ്യാപനവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ടാറ്റ ഗ്രൂപ്പ് സംസ്ഥാനത്ത് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കമ്പനി തന്നെ നിഷേധിച്ചതോടെയാണ് സർക്കാർ പ്രതിരോധത്തിലായത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമല്ലെന്നും ടാറ്റ പ്രതിനിധികളുമായി വ്യവസ്ഥാപിതമായ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കി വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയതോടെ വിവാദങ്ങൾക്ക് പുതിയൊരു മുഖം കൈവന്നിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 29-ന് ടാറ്റ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെയും തങ്ങളെ നേരിട്ട് വന്ന് കണ്ടിരുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തി. ടാറ്റ എന്റർപ്രൈസസ് സിഇഒ ശശാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് അപ്പോയിന്റ്മെന്റ് വാങ്ങി നിയമസഭയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ടാറ്റയുമായി യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്ന വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് വ്യക്തമാക്കിയ വ്യവസായ മന്ത്രി ഈ നിർണായക കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി പുറത്തുവിട്ടു. സംസ്ഥാനത്തെ ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ചാണ് ടാറ്റ പ്രതിനിധികളുമായി പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ടാറ്റയുടെ പ്രോജക്റ്റുകളുടെ തുടർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായതായിരുന്നു ഈ ചർച്ചകൾ. കൊച്ചി കണ്ടെയ്നർ ടെർമിനലിന് സമീപമുള്ള മലബാർ സിമന്റ്സിന്റെ ഭൂമിയിൽ 300 കോടി രൂപയുടെ നിക്ഷേപം നടത്താമെന്ന് ടാറ്റ പ്രതിനിധികൾ ചർച്ചയിൽ സമ്മതിച്ചിരുന്നു. സർക്കാരുകൾ എന്നത് ഒരു തുടർച്ചയായതിനാൽ മുൻ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രവുമായി മുന്നോട്ട് പോകാൻ കമ്പനിക്ക് താല്പര്യമുണ്ടെന്ന് അവർ അറിയിച്ചിരുന്നതായും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ 10,000 കോടിയുടെ നിക്ഷേപ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ഏതെങ്കിലും ഒരു കമ്പനിയുമായി മാത്രമുള്ള അന്തിമ കരാറല്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വിവിധ പദ്ധതികളിലൂടെയും വ്യത്യസ്ത നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തെ ഷിപ്പിംഗ് മേഖലയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ടാറ്റ ഗ്രൂപ്പ് ഇത്തരമൊരു നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ കൃത്യമായ വിശദീകരണക്കുറിപ്പുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് വന്നിരുന്നു. മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ആഡ്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടലിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ നിലവിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതിനായി കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായി ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അല്ലാതെ ഒരു കമ്പനിയുമായി മാത്രമായി 10,000 കോടിയുടെ കരാർ ഉറപ്പിച്ചു എന്നല്ല മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതെന്നും ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. വ്യവസായ മേഖലയിലെ വിവാദങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലും കുഞ്ഞാലിക്കുട്ടി സർക്കാരിന്റെ കർശനമായ നിലപാട് വ്യക്തമാക്കി. ഈ പദ്ധതി കഴിഞ്ഞ LDF സർക്കാർ സംസ്ഥാനത്തിന് വേണ്ടി ഒരുക്കിവെച്ച വലിയൊരു കെണിയായിരുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ജനറൽ ഫണ്ട് ലഭിക്കാതായപ്പോൾ ഒപ്പിടേണ്ടി വന്നു എന്നാണ് അന്നത്തെ ഭരണപക്ഷം പറഞ്ഞിരുന്നെങ്കിലും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുൻ സർക്കാരിന് മാത്രമാണെന്ന് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കാത്ത വിധത്തിലുള്ള കരാറിലാണ് മുൻ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നതെങ്കിലും പദ്ധതിയുമായി നിലവിൽ മുന്നോട്ട് പോകാൻ UDF സർക്കാർ തീരുമാനിച്ചിട്ടില്ല. പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ വിശദമായ പഠന റിപ്പോർട്ടും ശുപാർശകളും വന്നതിനു ശേഷം മാത്രമേ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അന്തിമ നിലപാട് സ്വീകരിക്കുകയുള്ളൂവെന്നും വ്യവസായ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭരണമുന്നണിക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങളിലും പേഴ്സണൽ സ്റ്റാഫ് നിയമന പരാതികളിലും കുഞ്ഞാലിക്കുട്ടി കൃത്യമായ മറുപടി നൽകി. ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പദവികൾ വളരെ പരിമിതമായതിനാലാണ് പ്രതീക്ഷിച്ച എല്ലാവർക്കും അവസരം നൽകാൻ കഴിയാത്തതെന്നും ഇത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡ് വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യവസായ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളിലും വിദ്യാഭ്യാസ നയങ്ങളിലെ ആശങ്കകളും നിലനിൽക്കുമ്പോഴും വികസന പദ്ധതികൾ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ടാറ്റ വിവാദത്തിൽ കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ടതിലൂടെ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആയുധങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ വ്യവസായ മന്ത്രിക്കായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടുകളും വ്യവസായ വകുപ്പിന്റെ പുതിയ നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായി മാറും.